പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സീഡ്ലെസ് ലെമണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ എങ്ങനെ നല്ലതായിട്ടൊരു ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ കൊലയായിട്ട് ഇതേ നമുക്ക് പിടിക്കും. നമ്മൾ പോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെയുള്ള പോട്ടാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ മീഡിയം സൈസിൽ അതിലും വലിയ ഒരു പോട്ട് നമ്മളിതിന് വേണ്ടി സെലക്ട് ചെയ്യണം. ഇതിൻ്റെ വേരെന്ന് പറയുന്നത് എപ്പോഴും സൈഡിലോട്ടാണ് വളരുന്നത്. അപ്പോൾ അധികം അങ്ങ് താഴോട്ട് വേരൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള പോട്ടുകളിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സീഡ്ലെസ് ലെമൺ വളർത്താനായിട്ട് പറ്റും. വീതിയുള്ള ഏത് പോട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതുണ്ടോ, ഇപ്പം നമ്മുടെ ഈ പോട്ടി വളർത്തിയിരിക്കുന്ന ഇതാണ്. ശരിക്കും ഇത് കണ്ടാൽ ഒരു ഓറഞ്ചിൻ്റെ പോലെ വലുപ്പത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടെയ്നറിലാണ് ഇതെല്ലാം പിടിച്ചു നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഇങ്ങനെ കായ്ച്ചേക്കുക. നമുക്ക് താഴെ വേണമെങ്കിലും വയ്ക്കാം, അന്നേരം വലിയൊരു മരമായിട്ട് ഇത് വളരും. അപ്പം അതാണെങ്കിൽ നമുക്ക് മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കുകയൊക്കെ ചെയ്തോളും. നമ്മൾ പോട്ട് വളർത്തുമ്പോൾ നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ശരിയായിട്ട് നോക്കണം. അതുപോലെ ജൈവ രീതിയിലാണെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വിളവ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് വെയിൽ നല്ല ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ്. അന്നേരം നല്ല വെയിലുള്ളിടത്ത് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ഫലം തരും. അതുപോലെ നമുക്ക് ടെറസിലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിപ്പം നമ്മുടെ കിച്ചൺ ഗാർഡനിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് ഇവിടെ തന്നെ വെച്ചേക്കുവാണ്. ടെറസിൽ വെക്കേണ്ടവർക്ക് അവിടെ വെച്ചാൽ നല്ല രീതിയിൽ ഇതിന് വിളവ് കിട്ടും. ഇത് ചൂടുള്ള കാലങ്ങളിൽ നല്ല നന ആവശ്യമാണ്. അല്ലാത്തപ്പോഴും വെള്ളം വേണം, എന്നാൽ അധികം അങ്ങ് വെള്ളം വേണ്ട. പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് 2 നേരവും നനയ്ക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം മിക്ക നഴ്സറികളിലും ഈ സീഡ് ഇല്ലാത്ത വെറൈറ്റി കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് പഴുത്ത് കട്ട് ചെയ്യുന്ന ഒരു ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. എപ്പോഴും ഇതിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കും. ഒരു സെറ്റ് അങ്ങനെ സീസണോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എപ്പോഴും ഒരു സെറ്റ് കഴിയുമ്പം അടുത്തത് വരും. അങ്ങനെ നല്ല രീതിയിൽ ഇത് നമുക്ക് വിളവ് തരും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാധാ നാരങ്ങ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു വെള്ളം പിഴിഞ്ഞാലോ ഒരു സാലഡിനിട്ട് ഒഴിച്ചാലോ എന്താണേലും നമുക്ക് കുരു എപ്പോഴും അതൊരു എടുത്ത് കളയുകയൊക്കെ ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതെന്ന് പറയുന്നത് കട്ട് ചെയ്യുമ്പോൾ അവിടെ സീഡെന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല. അപ്പോൾ അത് തന്നെയല്ല, ഒത്തിരി ഇതിന് ജ്യൂസ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. നമ്മുടെ മുസമ്പിയുടെയൊക്കെ പോലെ ഇത് വലുപ്പം വയ്ക്കും. കുറേ നിന്നിട്ടേ ഇത് പഴുക്കത്തുള്ളൂ. പക്ഷേങ്കിൽ നല്ല വലുപ്പം വയ്ക്കും. ഒരു ഓറഞ്ചിൻ്റെ പോലൊക്കെ വലുപ്പം ഇതിന് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ജ്യൂസും ഇതിന് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് എല്ലുപൊടി, ചാണകപ്പൊടി, അതുപോലെ നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്നുള്ള കമ്പോസ്റ്റ് ഏതും ആകാം. കിച്ചൺ വേസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ജൈവ രീതിയിലുള്ള ഇത് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഉള്ളിത്തൊലിയൊക്കെ ആണെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് ഇത് കണ്ടോ, ഇങ്ങനെ നമുക്കിതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുത്താലും അതൊത്തിരി ഇതിന് നല്ലതാണ്. പ്ലാന്റ് നമുക്ക് ഓരോ വർഷത്തിനകം ഒക്കെ കായ്ക്കും. അപ്പോൾ അങ്ങനെ സമയമായിട്ടും കായ്ച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഇറച്ചിയുടെ വെള്ളവും മീനിൻ്റെ വെള്ളവും ഒക്കെ ഇതിനൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇതിന് ഏറ്റവും നല്ല ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ചാരമാണ്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ, അത് 2 ദിവസം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ചാരം ഇട്ടിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ 1 സ്പൂണൊക്കെ ചാരം ഇട്ട് കൊടുത്താൽ അത് ഇതിന് നല്ല വളർച്ചയ്ക്കും ഒക്കെ നല്ലതായിട്ട് കാ പിടിക്കാനും ഒക്കെ നല്ലൊരു വളമാണ്. പിന്നെ ഇതിന് വലിയ കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലാത്ത ഒരു ചെടിയാണ്. പിന്നെ ഈ നീരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ചെറിയ രീതിയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ വളർത്താവുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലെയറിങ് കമ്പ് വെച്ചിട്ട് ഇത് ലെയർ ചെയ്യുവാണെങ്കിൽ നമുക്കിതിൻ്റെ തൈയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ഗാർഡനിലോ ടെറസിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ കാ കിട്ടുകയും നമുക്ക് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.